നമുക്ക് ഹല്ലേലൂയ വായിക്കാം. അപ്പസ്തോല പ്രവൃത്തികൾ 26 അധ്യായം 16 വാക്യം. ആക്ട്സ് ചാപ്റ്റർ 26:16. Now എങ്കിലും get up എഴുന്നേറ്റ് and നിവർന്നു stand. നിൽക്കാം. നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. Praise the Lord. Now get up and stand on your feet. I have appeared to you to appoint you as a servant and as a witness of what you have seen and will see of me. Praise the Lord. Hallelujah. Stotram. See, we can see many ministries happening in the world. Many people are doing God's ministry. Many are claiming that they are doing God's ministry. So, two things are the main questions. രണ്ട് ചോദ്യങ്ങളാണ് which raise from the world. നമ്മുടെ ഭൂമിയിൽ നിന്ന് ഉയരുവാനിടയായിത്തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കർത്താവ് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, what God wanted to speak to us today is an appointment from God as a God's minister. ദൈവത്തിന്റെ ശുശ്രൂഷകനായി ദൈവത്താൽ നിയമിതനാകുക എന്നുള്ളതാണ്. So two questions are coming from the world. രണ്ട് ചോദ്യങ്ങളാണ് ഭൂമിയിൽ നിന്ന് ഉയരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, ഈ നടക്കുന്ന ശുശ്രൂഷകൾ ദൈവത്താൽ നിയമിതമായതാണ്. The ministry what is happening in the world is appointed by God. This is the first question. The second question is, കർത്താവ് എനിക്ക് ദൈവത്തിന്റെ ഒരു ശുശ്രൂഷകനായി തീരുവാൻ കഴിയുമോ? ദൈവം എന്നെ ദൈവത്തിന്റെ ഒരു ശുശ്രൂഷകനായി എന്നെ അപ്പോയിന്റ് ചെയ്യുമോ എന്നുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, വിൽ ഗോഡ് അപ്പോയിന്റ് മീ ആസ് ഗോഡ്സ് മിനിസ്റ്റർ? ഈ രണ്ട് ക്വസ്റ്റ്യൻ ഭൂമിയിൽ നിന്ന് ഉയരുകയാണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ, വി ഹാവ് ടു ഗെറ്റ് ദ ആൻസർ ഫോർ ദീസ് ടു ക്വസ്റ്റ്യൻസ്. All the ministries in the name of God, all the ministries in the name of Jesus is not all appointed by God. All the ministers you are seeing are not appointed by God. Not all are appointed by God. ഈ കാണുന്ന എല്ലാവരും ദൈവത്താൽ നിയമിതരായവരല്ല. ഈ കാണുന്ന സഭകൾ, ഗ്രൂപ്പുകളൊന്നും എല്ലാം ദൈവത്താൽ സംഭവിച്ചതുമല്ല. സ്തോത്രം. So that is the common thing we have to examine ourselves. Second thing is, God, can I become your appointed minister? നീ ദൈവത്താൽ നിയമിതനായ ഒരു ശുശ്രൂഷകനായി തീരുവാൻ എനിക്ക് കഴിയുമോ എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതിനെല്ലാം ഒരു ആൻസർ ആണ് ഇന്ന് നമ്മോട് പറയാൻ ദൈവം ആഗ്രഹിക്കുന്നത്. God is going to reply for your question. All the ministries which happening is as per God's appointment, or can I become an appointed servant of God? ഇതാണ് നമ്മൾ, these are the questions we are going to ask, and God is going to answer for this. First thing God just want to tell you is, there's a process. There's a heavenly process for the appointment of a ministry or a minister. ഒരു സ്വർഗീയമായ ഒരു നടപടിക്രമമുണ്ട് ഒരു ദൈവസഭയെ ദൈവം നിയമിക്കാനും ഒരു ദൈവവേദന ദൈവം നിയമിക്കുവാനായിട്ട്. That process is not from the world. That process is from heaven. That is from God, not from any man. ഭൂമിയിൽ ഒരു മനുഷ്യനാരുമല്ല, ദൈവത്താലാണ് ഈ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. If you read again that verses, God is saying that. One more, can read the verse again? Now get up and stand on your feet. I have appeared to you to I appoint have you as a servant. I have appeared to you To appoint you as a to servant. appoint you. I have appeared to appoint you. ഞാൻ, ദൈവം പറയുകയാണ്, I have appeared to appoint you as a servant and as a witness of what you have seen and will Praise see the of Lord. me. Praise the Lord. So I have appeared. ഞാൻ പ്രത്യക്ഷനായിരിക്കുകയാണ്. So the appointment is from heaven, not from the world. ദൈവത്തിന് സ്തോത്രം. So what is that process? ആ പ്രോസസ് എന്താണ്? നമ്മൾ വേഗത്തിൽ പഠിക്കാൻ പോവുകയാണ്. What is the heavenly process to appoint a servant of God? ഒരു ദൈവത്തിന് ശുശ്രൂഷനായി തീരുവാൻ
ആ പ്രോസസ് എന്താണ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് തിങ്, ഗോഡ് വിൽ ഡിസൈഡ്. ദൈവം തീരുമാനിക്കുന്നു നിന്നെ അപ്പോയിന്റ് ചെയ്യണം, എന്നെ അപ്പോയിന്റ് ചെയ്യണം. ഗോഡ് വിൽ ഡിസൈഡ്. റിമെമ്പർ, വെൻ ഗോഡ് ഡിസൈഡ്സ്, ഐ ആം നോട്ട് ഡിസൈഡിങ് എനിത്തിങ്. എന്നെ ശുശ്രൂഷനാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ, തീരുമാനിക്കുമ്പോൾ ഞാൻ ആ തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. God decides. Praise the Lord. രണ്ടാമത്തെ കാര്യം, the second step of the process is God will enter with a personal encounter with that person. തീരുമാനമുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുവാൻ തുടങ്ങും. That person will receive the personal encounter from God. That is the moment I decide myself, I will live for God. ആ ദൈവമായിട്ടുള്ള വ്യക്തിപരമായ അനുഭവങ്ങളാണ് ഭൂമിയിലുള്ള മനുഷ്യൻ തീരുമാനമെടുക്കുന്നു, ഞാൻ ദൈവത്തിനായി ജീവിക്കാമെന്ന്. So God decide, the personal encounter happens to the person decide to live for God. That is the moment God officially select him. God will officially select him. അവനെ തിരഞ്ഞെടുക്കുക. സ്തോത്രം. Hallelujah. After officially selecting, God will reveal the purpose behind the selection. അവനെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ നിന്നെ തിരഞ്ഞെടുത്തതിന് പിന്നിലെ ദൈവത്തിന്റെ ആഗ്രഹം ആ വ്യക്തിയോട് ദൈവം പറയും. The final procedure is God will anoint him for the purpose. ദൈവിക ഉദ്ദേശം വെളിപ്പെടുത്തുക മാത്രമല്ല, ആ ഉദ്ദേശം ചെയ്തു തീർക്കുവാനായി ആ വ്യക്തി ദൈവം അഭിഷേകം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. Hallelujah. That Holy Spirit, that anointing is called appointment of God. ദൈവത്തിന് സ്തോത്രം. Hallelujah. നമുക്കറിയാം, പ്രവാചകന്റെ കാര്യം പറയുമ്പോൾ പറയുന്നു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ മുമ്പ് ഞാൻ നിന്നെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. Before you are formed in mother's womb, God decided to make you a servant of God. Hallelujah. Then the person encounter happened. The person encounter made a confidence in our life. Yes, there's a real living God. That moment we decided, I will live for my heavenly Father. That is the moment officially you are selected for God's purpose, and he will reveal his purpose and he will anoint for his purpose. സ്തോത്രം. തീരുമാനമെടുക്കുന്ന ദൈവം, ആ വ്യക്തിയുമായി ദൈവം ഇടപെടുവാൻ തുടങ്ങുന്നു. ആ ഇടപെടലിലൂടെ ഇതാണ് ജീവൻ ദൈവമെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നത്. ആ തീരുമാനമെടുക്കുന്നു, ഇന്ന് മുതൽ ഞാൻ ദൈവത്തിനായി ജീവിക്കും. അപ്പോൾ ഒഫീഷ്യലി ദൈവം അവനെ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുത്തവന്റെ മുമ്പിൽ തന്റെ ഉദ്ദേശം വെളിപ്പെടുത്തുന്നു. ആമേൻ. തിരഞ്ഞെടുത്തവന്റെ മേലെ ഉദ്ദേശം പൂർത്തീകരിക്കാനുള്ള അഭിഷേകം ദൈവം പകരുന്നു. ദൈവത്തിന് സ്തോത്രം. Hallelujah. ദൈവത്തിന് സ്തോത്രം. So there's a heavenly process. ആ പ്രോസസ്സിലൂടെയാണ് ദൈവം തൻ്റെ ശുശ്രൂഷകന്മാരെ, അല്ലെങ്കിൽ തൻ്റെ മക്കളായി തീർന്നവരെ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ദൈവ ഉദ്ദേശം ചെയ്യുവാനായി അഭിഷേകത്തോടെ ഭൂമിയിൽ ദൈവം നിർത്തുവാൻ ഇടയായി തീർന്നു. God will keep his people with the total anointing to fulfill the purpose through the official selection and the personal encounter with that person. Hallelujah. അതാണ് ഭൂമിയിൽ സംഭവിക്കുന്നത്. Ephesians 4:11 നമുക്ക് കാണാൻ കഴിയും. He has appointed, he has gave himself. ആരൊക്കെയാണ്? Ephesians 4:11. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. Praise the Lord. God has selected shepherds. So Christ himself gave the apostles, the prophets, the evangelists, the pastors, and teachers. So the purpose is different, but everyone is appointed by Christ.
ഉദ്ദേശം പലതാണ്. Some may be apostles, some may be teachers, some may be prophets, some may be pastors, some may be evangelists, but the purpose is different, and the appointment is coming from heaven. So it's very clearly saying that God is selecting the people from the world. Remember, the angels are not doing the God's ministry in the world. സ്വർഗീയ ദൂതന്മാർ ഭൂമിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നില്ല. ഭൂമിയിലെ മനുഷ്യരിൽ നിന്ന് അവൻ ചിലരെ അപ്പസ്തോലന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടക്കന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ദൈവം നിയമിക്കുന്നു. What Apostle Paul is saying, 1 Timothy 1:12, he is saying that God counted me as a faithful, so he appointed me. 1 തിമോത്തി 1:12, 1 Timothy 1:12. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു വായിച്ചോളൂ. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. Praise the Lord. He counted me faithful. He counted me faithful and he appointed for his ministry. So I praise God to selecting me, deciding me, and anointing me, revealing the purpose to me, because he counted me faithful. വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് ദൈവം എന്നെ അഭിഷേകം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. 2 Timothy 1:11 ഒന്ന് വായിച്ചേ. 2 Timothy 1:11. And of the gospel I was appointed a herald and an apostle and a teacher. മലയാളത്തോട് വായിച്ചു. എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായതു തന്നെ. 2 Timothy 1:11 ആണോ? ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. I am appointed as a preacher, I am appointed as a teacher, and I am appointed as an apostle for the gospel, for the salvation of the people. Praise the Lord. Paul was a normal man. He was not at all a spiritual man. He was so called a spiritual person, not a real spiritual man, but he has been selected and he was been appointed. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, if you ask Paul, he will say that I can do everything through who strengthen me. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം I can be a preacher, I can be a teacher, I can be apostle, because it's not me, it's the Holy Spirit who strengthened me. It's the God who strengthened me. എന്നെ ശക്തനാക്കിയ ദൈവത്താൽ എനിക്ക് ദൈവത്തിന്റെ ശുശ്രൂഷകനായി തീരുവാൻ സ്വർഗത്തിൽ നിന്ന് നിയമനം ലഭിച്ചിരിക്കുന്നു. Praise God. God has appointed his people. If you read from Genesis, if you read till Revelations, you can see the details, the ministries, the purpose of God, which was completed by the people, God's people, whom God has selected. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചാൽ ദൈവം നിയമിച്ചാക്കിയ ദൈവമക്കളുടെ ശുശ്രൂഷകളും അവരിലൂടെ ദൈവം ചെയ്ത കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിയുകയാണ്. We can see the really God's people who were appointed by God. ദൈവത്താൽ നിയമിതമായ ദൈവിക ശുശ്രൂഷകന്മാരെ നമുക്ക് വചനത്തിൽ ഉടനീളം കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. So, the first question is answered. Praise God. The first question is, all the ministries in the world is appointed by God. All the ministers, what we see, is appointed by God. Praise God. The first question gives a proper answer, saying that those who have gone through the heavenly process, those who have gone through this heavenly process is appointed by God. ദൈവത്തിന് സ്തോത്രം. That God decided a personal encounter with God, and the decision of the person who is going to be appointed, hallelujah, and the official selection happening, revealing the purpose of God, and
anointed for the purpose of God. There is no connection of any man through the heavenly process which is happening from God, through God, to become an appointed minister of God. It is 100% God's decision. It is 100% God's action. Praise the Lord. Hallelujah. So all the ministries are not appointed by God. Hallelujah. Praise the Lord. So now the second question is coming to myself. What is the question? God, really, can I become a servant of God? Can I become an approved minister of God? What are the qualifications? What are the eligibilities for me to become God's minister? ഒരു ദൈവീയ ശുശ്രൂഷനാകുവാൻ എന്നിൽ വേണ്ട നന്മകൾ എന്താണ്, എന്നിൽ വേണ്ട ഗുണങ്ങൾ എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, എലിജിബിലിറ്റി എന്താണെന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്കൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയും. ആമേൻ, നമ്മൾക്കും ദൈവത്തിന്റെ ശുശ്രൂഷകനാകുവാൻ കഴിയും. When we study through the word of God, what are the qualifications required to become a minister of God, to an appointed minister of God? When you properly study through Holy Spirit, you will gain a confidence today morning that I am also eligible to become a God's minister. ദൈവത്തിന് സ്തോത്രം. Praise God. Hallelujah. എനിക്കും ദൈവത്തിന്റെ ശുശ്രൂഷനായി തീരാൻ കഴിയുമെന്ന് വചനത്തിലൂടെ പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇന്ന് പകൽ ഒരു കോൺഫിഡൻസ് വരാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. Let's go through the word of God. What are the qualifications? God's qualification. The qualification defined by God to become God's minister. ഒരു ദൈവീയ ശുശ്രൂഷനായി തീരുവാൻ ദൈവം കൽപ്പിച്ചാക്കുന്ന ആമേ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വായിക്കാം നമുക്ക്. 1 Corinthians chapter 2:1. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. Hallelujah. And so it was with me, brothers and sisters, when I came to you, I did not come with eloquence or human wisdom, as I proclaimed to you the testimony about God. Praise the Lord. The first qualification is you don't have an excellency in preaching. You don't have an excellency in spiritual wisdom. You don't have an excellency in the wisdom related to the world. God is telling you become eligible for the selection. പ്രസംഗിക്കാനുള്ള കലയോ കഴിവോ ഭൂമിയിലെ ജ്ഞാനമോ സ്വർഗീയ ജ്ഞാനമോ എനിക്കില്ല എന്ന് ഇന്ന് പകൽ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ദൈവം പറയുന്നു, ആമേൻ, നിന്നെ സെലക്ട് ചെയ്യുവാൻ തക്കവണ്ണം നീ യോഗ്യനായി മാറിയിരിക്കും. Praise the Lord. Many times God has revealed to us, never use your brain, never use your knowledge in God's ministry. When you proclaim, I don't know anything, God is saying you are selected. When you go for an interview, ഒരു ഇന്റർവ്യൂ പോകുമ്പോൾ അവർ 10 ചോദ്യം ചോദിക്കുക. സ്തോത്രം. നിങ്ങൾ പറയാ, സാർ ഐ ഡോണ്ട് നോ എനിത്തിങ്, അവർ ഉടനെ മറുപടി പറയാം, യു ആർ റിജക്റ്റഡ്. But God is saying, the moment you are saying, God, I don't know anything about the word of God, I don't know anything about the real God, and I don't have any knowledge from any books or any leaders, or I have not received any knowledge from the world, God is saying you are selected. Praise the Lord. Hallelujah. ഞാനൊന്നുമില്ല, ഞാനൊരു വട്ടപൂജ്യമാണെന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ്, മകനെ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആക്ട്സ് 4:13 എന്ന് വെച്ചാൽ 4:13. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും
ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. Praise the Lord. അവർ യേശുവിനോട് കൂടെ മതി ആയിരുന്നവർ മതി എന്നും മതി. പറഞ്ഞു. സ്തോത്രം. When they saw the courage of Peter and John, they realized that they were unschooled, ordinary men. They were astonished, and they took note that these men had been with Jesus. They were unschooled, normal people. They have never gone to school. നാട്ടിൽ പറഞ്ഞ മഴയത്ത് പോലും സ്കൂളിൽ പോയി കയറിയിട്ടില്ല. Never be a part of the education. They are not good in languages. They are not good to preach anything in the world. They were not good preachers. They were a normal human beings. They were astonished. Why? God selected them. God appointed them. The moment you say, I don't know anything, എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നിടത്താണ് ദൈവം നമ്മളെ ഉപയോഗിക്കാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. Praise the Lord. Hallelujah. See, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ദൈവം പറയാൻ കാരണം? Why God is telling, the moment you say you are nothing, you are selected. Because you should know how you are selected. You should know about your calling. I mean, 1 Corinthians chapter 1:26 തൊട്ട് വായിച്ചേ. 1 Corinthians chapter 1:26. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. വായിച്ചു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിന് ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. Praise the Lord. Hallelujah. Brothers and sisters, think of what you were when you were called. Not many of you were wise by human standards. Not many were influential. Not many were of noble birth. But God chose the foolish things of the world to shame the wise. Foolish. God selected because you are a fool. Foolish. Okay, continue. God chose the weak things of the world to shame the strong. You are selected because you are weak. You are not strong. You are weak. God chose the lowly things of this world and the despised things and the things that are not to nullify the things that are, so that no one may boast before him. Despise. ഒന്നുമില്ലാത്തതും. Nullify. You cannot count a single thing good in you. You are weak. You are not wise, but you were called. You were selected. ദൈവത്തിന് സ്തോത്രം. Praise the Lord. The first reason for your selection is you were not wise. നീ ജ്ഞാനിയല്ലായിരുന്നു. You were not noble. You were not strong. You were not good to explain to the world. You are despised. You are എല്ലാ അർത്ഥത്തിലും ഒന്നുമല്ലാന്ന് നിന്നെ കണ്ടതാണ് നിന്നെയും എന്നെയും സെലക്ട് ചെയ്യുവാനുള്ള ഏക കാരണം. ദൈവത്തിന് സ്തോത്രം. Praise the Lord. So we have a wrong thoughts in our mind. To become a God's minister, you have to read many books, you have to follow many preachings, you have to study from there, you have to go for some training. Nothing is required. It doesn't mean that if you're going to Bible college, it's wrong. No, it's not like that. But the real thing is happening from God. ബൈബിൾ കോളേജ് പോകേണ്ട പരാജയം എന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ ആ ജ്ഞാനം കൊണ്ട് the knowledge, the informations, what you're receiving from God, the human being, it will not help you to do God's ministry. Praise the Lord. 2 Corinthians 3:6 ഒന്ന് വായിച്ചേ. 3:6 ഒന്ന് വായിച്ചേ. You need the holy anointing from God. You are anointed for the purpose. 2 Corinthians 3:6. അവരെയാളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. Praise the Lord. He has made us competent as ministers of a new covenant, not of the letter but of the Spirit. For the letter kills, but the Spirit gives life. The letter kills, but the Spirit gives life. The worldly knowledge will kill.
Praise God. The knowledge from you cannot be used for God's ministry. The knowledge you gain from the world, the knowledge you gain from your experiences, nothing cannot work out in your spiritual life. You shall receive the heavenly wisdom through God, from God through Holy Spirit. Because the letter kills, അക്ഷരം കൊല്ലുകയാണ് മനുഷ്യനെ, but the Spirit gives life. Praise the Lord. Any chance you're getting to preach or any chance to get to share the testimony of God, you shall pray to God, Lord, when I open my mouth, never allow me to speak through my brain. Shall be allowed to speak through the Spirit of God. ഞാൻ എപ്പോൾ എന്റെ ആദരം ദൈവത്തിനായി തുറക്കുന്നുവോ, എന്റെ ലോക ജ്ഞാനം കൊണ്ട് ആമേ ഭൂമിയിൽ സംസാരിക്കാൻ അനുവദിക്കാതെ ആമേ സ്വർഗീയ ജ്ഞാനം കൊണ്ട് അഭിഷേകത്താൽ എന്റെ ശരീരത്തെ ഉപയോഗിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. Hallelujah. See, the Paul, one of the greatest apostles we have seen, with the great revelations, with the great purpose. He has done great things for God's ministry, but still, you have to see the prayer request of Apostle Paul. ഇത്ര ശക്തനായ ഒരു അപ്പസ്തോലൻ, അത്ഭുതങ്ങൾ ചെയ്തവൻ, ആമേൻ, സഭയോട് പറഞ്ഞ പ്രാർത്ഥന നിങ്ങൾ കേട്ടാൽ ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. കൊളോഷ്യൻസ് ചാപ്റ്റർ 4:3 and 4 എന്ന് വായിച്ചേ. കൊലോസ് ലേഖനം 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ. Colossians 4:3 and 4. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. Praise the Lord. And pray for us too, that God may open a door for our message, so that we may proclaim the mystery of Christ, for which I am in chains. Pray that I may proclaim it clearly as I should. Pray for me. I want to proclaim the revelations, the mystery of Christ. When I open my mouth, let God shall open the doors of the word. എന്റെ ആദരം തുറക്കുമ്പോൾ ദൈവം വചനത്തിന്റെ വാതിലും തുറക്കണം. When I open my mouth to proclaim God's word, never open my brain to use that. When I open my mouth, please close my brain. Open the doors of the word of God. Please pray for me. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ അതിനെ തുറക്കുമ്പോൾ എന്റെ ബുദ്ധിമണ്ഡലം അടയണം, സ്വർഗീയ വാതിൽ തുറക്കണം. ദൈവത്തിന് സ്തോത്രം. Praise God. Hallelujah. Amen. So there is no knowledge is required from the world. Your brain is not required from the world. Hallelujah. What all you gain from the world is not required for God's ministry. The moment you say, the moment you proclaim, many people are saying, how I can share a testimony, how I can share a gospel with others, because I don't know how to share the gospel. God is saying, you are selected, you are anointed, you are appointed. When you open your mouth, the problem is you will not open your mouth. Praise the Lord. ആമേൻ. നമ്മുടെ വായ് തുറന്ന് നമ്മുടെ കൂട്ടുകാരോട്, ബന്ധുക്കളോട് പറയുവാൻ ലജ്ജ തോന്നുകയാണ് നമുക്ക്. ആമേൻ, സ്തോത്രം. എനിക്കതൊന്നും പറയാൻ അറിയില്ല, ഞാനത് പറയുമ്പോൾ തെറ്റിപ്പോകും എന്ന് തോന്നുന്നത് നിന്റെ ജ്ഞാനം കൊണ്ട. പക്ഷേ നീ ഇന്ന് പകൽ ഈ വചനം കേട്ട് ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ചിട്ട് നിന്റെ ആദരം തുറക്കുമ്പോൾ, the letter kills, അക്ഷരം കൊല്ലുന്നിടത്ത് നിനക്കിനി കാണുവാൻ കഴിയുന്നത് the Spirit gives life. ആത്മാവിൽ ജീവൻ അതിന് കൊടുക്കുന്നത് കാണുവാൻ കഴിയും. Open your mouth. Don't open your brain. മനസ്സറക്ക ദൈവത്തെ സ്തുതിക്കുക. Hallelujah. Don't open your brain. Open your mouth. The moment you open your mouth, Amen, God will open the doors of heaven to proclaim the mysteries of Christ, which will give life to the people. Praise the Lord. എനിക്ക് കർത്താവിന്റെ വേലക്കാരനാകാൻ കഴിയുമോ? It is possible. എന്താണ് why it's possible?
because you proclaimed, God, I don't know anything. Praise the Lord. So how I'll receive the mysteries of Christ? Why Paul is saying, pray for me? Because Jeremiah 33:3 says, call unto me, pray to me. എന്നെ വിളിച്ചപേക്ഷിക്കുക. What I will do? Can you read? എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ I will reveal. Jeremiah 33:3. നീ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. Hallelujah. Call unto me, and I will answer you and tell you great and unsearchable things you do not know. I will reveal the mystery of Christ, which you don't know. That is the main thing. The moment I say I don't know, God will reveal the mystery to you. The moment you say I don't know, God will select you for the ministry. The moment you say I don't know, He will appoint you for the ministry. The moment I say I don't know, He will anoint you for the ministry. എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്ന നിമിഷം അവൻ നിന്നെ അഭിഷേകം ചെയ്യും, നിന്നെ തിരഞ്ഞെടുക്കും. ആമേൻ. മഹത്വ അഗോചരമായി നിനക്ക് വെളിപ്പെടുത്തും. നീ അധരം തുറക്കുമ്പോൾ നിനക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ നിന്നിലൂടെ ദൈവം സംസാരിക്കും. യു ആർ സെലക്ടഡ്, യു ആർ അനോയിന്റഡ്, യു ആർ അപ്പോയിന്റഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. So can I become a appointed God's minister? Yes, you can, because you proclaimed you don't know anything. നിനക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ദൈവം നിന്നെ ഇന്ന് തെരഞ്ഞെടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്, വാട്ട് ഇസ് എ ക്വാളിഫിക്കേഷൻ ഓഫ് ടു ബിക്കം ഗോഡ്സ് മിനിസ്റ്റർ? 1 Corinthians chapter 2:1 ആണ് നമ്മൾ വായിച്ചത്. 2:2 ഒന്ന് വായിക്കാം. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. സ്തോത്രം, സ്തോത്രം. For I resolved to know nothing while I was with you except Jesus Christ and Him crucified. Praise the Lord. First പറഞ്ഞു, God don't need any knowledge. God don't want to see any informations or any studies from your side. God don't want to use your brain. Second thing God is telling, can I become a God's appointed minister? Second, what God is saying, having a personal encounter with Christ and maintaining your relation with Christ till the end of your life. Only having encounter with Christ and maintaining the relation with Christ. ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും എനിക്ക് അറിയണ്ട എന്നുള്ള നിർണയത്തിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിച്ചു. I received a personal encounter with Christ. That encounter enabled me to maintain my relation with Christ till the end. Stotram. Praise God. Personal encounter with Christ is God's responsibility. നീയുമായി ബന്ധപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. But maintaining the relation with Christ is your responsibility. Praise God. രണ്ടാണ് കേട്ടോ. If you ask Paul, I was running against the people, against the church. I was never thinking that I will have a life with Christ. I have a decision to have a life against Christ. But God decided to have an encounter with me. ഒരിക്കലും പൗലോസ് ആഗ്രഹിച്ചില്ല. ആര് ക്രിസ്തുവിനുണ്ട് അവരെ മുടിക്കണം, നശിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചവൻ ആമേൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല ക്രിസ്തുവുമായ ഒരു ജീവിതം നയിക്കേണ്ടി വരുമെന്ന്. പക്ഷേ ആ എൻകൗണ്ടർ സംഭവിച്ചത് ദൈവത്തിന്റെ തീരുമാനമായിരുന്നു. പക്ഷേ
ഓട്ടമോടി പൂർത്തീകരിച്ചു, വിശ്വാസം കാത്തു, ആ ബന്ധം സൂക്ഷിച്ചു എന്ന് പറയുവാൻ ആമേൻ അവസാനം വരെ യുദ്ധം ചെയ്തത് പൗലോസിന്റെ ഉത്തരവാദിത്തമായിരുന്നു. He fought till the end of his life to be with Christ. That was the responsibility of Apostle Paul. I know one thing. Praise God. എന്താണത്? I have an encounter with Christ. I received an encounter with Christ. ക്രിസ്തുവുമായി എനിക്കൊരു വ്യക്തിപരമായ ഒരു അനുഭവം എനിക്കുണ്ടായി. So I decided to maintain the same relation with Christ till the end of my life. Hallelujah. If you have a decision, God is saying you have been selected. Praise the Lord. Hallelujah. സീസണൽ ബിലീവർ ദൈവത്തിന് ആവശ്യമില്ല. കുറച്ചു കാലത്തേക്ക് വിശ്വാസിയായിരിക്കുക, പിന്നെ പിന്മാറിപ്പോകുക, പിന്നെ പിറുപിറുക്കുക, പിന്നെ ദൈവത്തിന് വിരുദ്ധമായി ചിന്തിക്കുക, ദൈവവിരുദ്ധമായി സഞ്ചരിക്കുക. God don't want a seasonal believer. He wants a person who receives the encounter shall be connected with him always. In the midst of the crisis, in the midst of the blessings, whatever happens, you want to see a decision from you. Lord, I will maintain my relation with you. Praise the Lord. John chapter 21, 17 എന്ന് വായിച്ചു. 17. യോഹന്നാൻ 21:17. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് നീ മൂന്നാമതും ചോദിക്കയിൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എന്റെ ആടുകളെ മേയ്ക്ക. Hallelujah. സ്തോത്രം. The third time he said to him, Simon, son of John, do you love me? Peter was hurt because Jesus asked him the third time, do you love me? He said, Lord, you know all things. You know that I love you. Jesus said, feed my sheep. Hallelujah. See, Jesus was dead. Peter decided now he is no more. We are thinking he will do many things. So I am going back to my old profession. I am running back to the world. I was with Christ. I received heavenly revelations. I received the physical blessings. My family members received the healing from God. I have many things to testify about God, but still he is no more. I want to go back to my profession, or a very simple words I want to say. Peter is saying, I want to go back to the world. ഞാൻ വിട്ടു വന്ന ലോകത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകുന്നു പറഞ്ഞു. But Jesus was behind him. Here, Jesus was not blaming him. Jesus asking a question, Peter, do you love me? Peter said, Jesus, you know that, still I love you. You know that, still I maintain a relation. You know that, my heart is filled with God's love. I am never disconnected. Whenever I am trying to get disconnected, the presence of Holy Spirit is bringing back me to the real connection with God. എപ്പോഴൊക്കെ വിട്ടുപിരിയാൻ ആഗ്രഹിച്ചു അപ്പോഴെല്ലാം ആമേൻ പരിശുദ്ധാത്മാവിനെ മടക്കി കൊണ്ടുവന്ന സ്തോത്രം. So he proclaimed that, still I hold the same love. Still I hold the same relation with Christ. What is the reply of Christ? Feed my lamb. എന്റെ ആടുകളെ മേയ്ക്ക. Appointed as a shepherd. Appointed as a shepherd. ഒരു നല്ല ഇടയനായി പത്രോസ് ദൈവം ആമേൻ അപ്പോയിന്റ് ചെയ്തു. സ്തോത്രം. എപ്പോഴാണെന്നറിയാമോ? He proclaimed and proved that the relation is still strong with Christ. സ്തോത്രം. See, the God's ministry is not an easy job or easy commitment. Even you stay sincerely for God, you have to face many difficulties. The people who are with you, tomorrow they will speak against you.
All the good things what you have done, people will not remember about you. You will receive the reproach. You will receive many negative things from the people, from the world. Don't expect anything from the world. You have to stay strong. Ensure that my relation with Christ is not disconnected. സ്തോത്രം. കർത്താവിന്റെ വേല അത്ര എളുപ്പമല്ല ദൈവമക്കളെ. സ്നേഹത്തോടെ നിഷ്കളങ്കോടെ നിന്നാലും ഇന്നേയും പരിഹാസവും ആമേൻ കുറ്റം പറച്ചിലും പ്രതികൂലങ്ങളൊക്കെ ഒന്നിനു പുറകെ നേരിടേണ്ടി വരും. എന്നാൽ അവിടെ എല്ലാം ഞാനും നിങ്ങൾ പരിശോധിക്കേണ്ടത് ആമേൻ എന്റെ പിതാവുമായിട്ടുള്ള എന്റെ ബന്ധം മുറിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ സൂക്ഷിക്കണം. I shall not be disconnected with God. Hallelujah. രോഗം കൊണ്ട് നമ്മളെ പീഡിപ്പിക്കും. പ്രാർത്ഥിച്ചിട്ടും സൗഖ്യമില്ലോ എന്ന് പറയും. ക്രിയേറ്റ് പ്രോബ്ലം ഇൻ യുവർ ഒഫീഷ്യൽ മാറ്റർ. ജോലി സംബന്ധമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്തെന്ന് ശത്രു ചോദിക്കും. ദൈവം നിന്നെ മറന്നോന്ന് ചോദിക്കും. സ്തോത്രം. The difficulties, the distractions, the obstructions will make you to think that God has been disconnected from me. God will never disconnect with you. You are getting an opportunity. You are getting a calling from the demonic power to get disconnected with Christ. രോഗിയാണെങ്കിലും പറയണം, I will be connected with Christ. ജോലി നഷ്ടപ്പെട്ടാലും പറയണം, I will be connected with Christ, because you are appointed. You are not terminated by God. ദൈവത്തിന് സ്തോത്രം. Hallelujah. Hallelujah. A personal encounter with Christ and maintain the relation with Christ. സ്തോത്രം. Acts chapter 22:3 തൊട്ട് വായിച്ചേ. Acts chapter 22:3 തൊട്ടങ്ങ് വായിച്ചു. 22-ാം അധ്യായം 3-ാം വാക്യം മുതൽ. അപ്പസ്തോല പ്രവൃത്തികൾ 22:3 മുതൽ. ഞാൻ കിലിക്കിയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന് ഗമാലിയേലിന്റെ കാൽക്കൽ ഇരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകിയാൽ നിങ്ങൾ എല്ലാവരും ഇന്ന് ഇരിക്കുന്നത് പോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. ഞാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകെട്ടി തടവിൽ ഏൽപ്പിച്ചും ഈ മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചും വന്നു. അതിന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരുടെ സംഘമൊക്കെയും എനിക്ക് സാക്ഷികൾ. അവരോട് സഹോദരന്മാർക്കായി എഴുത്തു വാങ്ങിക്കൊണ്ട് ദമസ്കോസിൽ പാർക്കുന്നവരെയും പിടിച്ചുകെട്ടി ദണ്ഡനത്തിനായി യെരുശലേമിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഞാൻ അവിടേക്ക് യാത്രയായി. അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്ത് നിന്ന് വലിയൊരു വെളിച്ചം എന്റെ ചുറ്റും മിന്നി. ഞാൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. കർത്താവേ, നീ ആരെന്ന് ഞാൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശു ആകുന്നു ഞാൻ എന്ന് അവൻ എന്നോട് പറഞ്ഞു. Hallelujah. Here we can see a personal encounter of Christ with Paul. He was telling, I was very strong in my own spiritual way. I was more stronger in my own spiritual way. I was a man who was standing against God's people. I tried to ensure that no one will follow Christ. And my mind was very determined. വളരെ നിശ്ചയമുള്ളവനായിരുന്നു ഞാൻ. ഈ മാർഗക്കാരെ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി പീഡിപ്പിച്ച് ക്രിസ്തുവിൽ അകറ്റിക്കളന്ന് ആഗ്രഹിച്ച് എന്റെ ജീവിതത്തിൽ the man like this, ഒരു ദിവസം one day I received a personal encounter with Christ. My question, who are you? The real reply came to me, I am Christ, whom you are standing against me. ഞാൻ ക്രിസ്തുവാകുന്നു. നീ എതിർക്കുന്ന ഈ മാർഗത്തിലെ അതിന്റെ ശക്തമായ അനുഭവമാകുന്നു ഞാനെന്ന് ക്രിസ്തു അവന് വെളിപ്പെടുത്തി. See, that is the greatest responsibility of God, to have an encounter with you. Praise the Lord. So Paul is saying, why I received that encounter? എന്തിനെനിക്ക് ആ ഒരു യേശുവുമായിട്ടൊരു വ്യക്തിയുടെ അനുഭവം ഉണ്ടായി. സ്തോത്രം. ഒരു സാധാരണ മാനസാന്തരത്തിന് വേണ്ടി മാത്രമായിരുന്നു. ഇറ്റ് ഈസ് ഓൺലി ഫോർ എ നോർമൽ റിപ്പൻറ്റൻസ്.
or it is not help the God's people because the problems what I was creating for the God's people. ഞാൻ ദൈവമക്കൾ കൊടുത്ത ആ വലിയ പീഡനത്തിന് അവരെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി എന്നെ ദൈവം വെടിവെച്ചു എന്നത് മാത്രമാണോ? സ്തോത്രം. Praise the Lord. But Paul is realizing a man like me, whom the God has a personal encounter, which I was not at all eligible. There's a purpose behind it. എന്നെ പോലൊരു മനുഷ്യൻ ദൈവസഭയ്ക്കും ദൈവത്തിന് വിരുദ്ധമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വ്യക്തിപരമായ ഒരു അനുഭവത്തിലൂടെ കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ, അത് ചെയ്തുവെങ്കിൽ അതിന് പിന്നിൽ വലിയ ഉദ്ദേശമുണ്ടെന്ന് പൗലോസിന് ബോധ്യമായി. Today God is telling the same message to you. You are not only eligible to have a personal encounter with Christ, but still he came to your life because there's a purpose behind that. ഒരു യോഗ്യതയില്ലാത്തതിന്റെ ജീവിതത്തിൽ ക്രിസ്തു കടന്നു വന്ന് ഒരു അനുഭവം തന്നെങ്കിൽ അതിന്റെ പിൻപിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം എന്ന് അറിയാമോ? 22:14 ഒന്ന് വായിച്ചു. 22:14. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിവാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. നിന്നെ നിയമിച്ചിരിക്കുന്നു. Can I read in English? Then he said, the God of our ancestors has chosen you to know. Has chosen you. എന്തിനു വേണ്ടി? Has chosen you, appointed you for to know his will. To know his will. To know his will. And to see the righteous one and to hear words from his mouth. Hallelujah. To know his will and to proclaim his will, he has chosen you. ദൈവേഷ്ടം എന്തെന്ന് അറിഞ്ഞുകൊണ്ട് ആ ദൈവേഷ്ടം ലോകത്തിൽ വിളിച്ചു പറയുവാൻ ദൈവം നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു, നിന്നെ നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. When you are thinking, Lord, before coming to Christ, I was a real sinner. Before coming to Christ, really, I was not at all happy. I was not at all interested in the spiritual life. I was totally involved in the sinning world. എന്നെ പോലൊരു പാപിയെ ദൈവം ഒരിക്കലും വഹിക്കില്ലെന്ന് പലരും ചിന്തിക്കുകയാണ്. God is telling, he don't want to know your past. He knows your future. Hallelujah. നിന്റെ പഴയ കാലമല്ല ദൈവം അറിയുവാൻ അറിയുന്നത്, നീ നാളെ ആരാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. So without having any knowledge, only maintaining the relation with Christ till the end, God, that's why Paul said, he count me as faithful and appointed. What is faithful? God realized that he is faithful to maintain the relation with Christ till the end of his life. ജീവിത അന്ത്യം വരെ. ഭർത്താവ് കൂടെയില്ല, ഭാര്യ കൂടെയില്ല, മക്കളില്ല, അപ്പനില്ല, സഭയില്ല, പാസ്റ്ററില്ല, പക്ഷേ ഞാൻ ദൈവത്തോട് വിശ്വസ്തനായിരിക്കുമെന്ന് ഞാൻ തീരുമാനമെടുത്തേ മതിയാവും. Nobody will stand with you. Your husband, wife, children, parents, even pastors, believers, nobody will stand with you, but you have to take a decision. I will maintain my relation with Christ till the end of my life. അങ്ങനെ ഡിസിഷൻ ഉണ്ടെങ്കിൽ you can become a God's minister. ദൈവത്തിന്റെ ശുശ്രൂഷകനായി മാറുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഒരു ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. 1 Corinthians chapter 2, 4 and 5 പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. ആ ഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ എത്രയായിരിക്കുന്നത്. 4 and 5 വായിച്ചു. My message and my preaching were not with wise and persuasive words, but with a demonstration of the Spirit's power, so that your faith might not rest on human wisdom, but on God's power. Your faith will not the faith will not. So your faith might not rest on human wisdom, but on Hallelujah. God's power. Your faith. മലയാളത്തിൽ പറയുന്നു, വായിച്ചേ. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്
എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ എത്രയായിരുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല. യുവർ ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസത്തിന്, യുവർ ഫെയ്ത്ത്. സ്തോത്രം, ഹല്ലേലൂയ. യുവർ ഫെയ്ത്ത് ആരെയാണ്? പ്രസംഗിക്കുന്ന ആളുടെ അല്ല, കേൾക്കുന്നവരുടെ. The faith, he is describing the faith, not about the person who is preaching, not about the person who is a minister. He is telling about the faith of other people. Through the ministry God has given to me, I believe that your faith has been increased, and I believe that that faith has been leading your life to maintain a continuous relation with Christ. That is the reason God has selected me as a God's minister. ദൈവം എന്തുകൊണ്ട് എന്നെ ഒരു ശുശ്രൂഷനായി തിരഞ്ഞെടുത്തു? എന്നിലൂടെ വെളിപ്പെടുന്ന ഓരോ ശുശ്രൂഷയും അത് അനുഭവിക്കുന്ന ജീവിതങ്ങൾക്ക് വിശ്വാസവർദ്ധനയ്ക്കും, സ്തോത്രം, വിശ്വാസവർദ്ധനയ്ക്കും. 2, ദൈവത്തോട് മുറിഞ്ഞു പോകാത്തൊരു ബന്ധവും അത് വിശ്വാസത്തിലൂടെ സാധിച്ചെടുത്തു എന്നുള്ളത് കൊണ്ട് ദൈവം എന്നെ, ആമേൻ, സ്തോത്രം, ഒരു അപ്പസ്തോലനായി, ഒരു ശുശ്രൂഷകനായി തിരഞ്ഞെടുത്തു. Now you know the concerns of the ministers. They want to heal other people from the sickness. രോഗികളെ സൗഖ്യമാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ശുശ്രൂഷകന്മാർ. They want to do miracles in the midst of the ministry. അത്ഭുതങ്ങൾക്ക് വേണ്ടി കർത്താവേ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. Praise God. But they are not praying to God. God, transfer the faith of God, the faith from God to the people. കർത്താവേ, നിങ്ങളുടെ വിശ്വാസം അത് നിന്റെ ജനത്തിലേക്ക് പകരണമെന്ന് ശുശ്രൂഷകന്മാർ പ്രാർത്ഥിക്കുന്നില്ല. സ്തോത്രം, സ്തോത്രം. So you should have a vision in your mind. God has selected me to transfer the faith of God to others. Never you don't think that the real people, sick people are not healed during my ministry. No miracles is happening through the ministry. You shall not be not at all worried. You shall pray to God, Lord, the ministry God has given to me shall transfer the real faith of Christ to the people who are receiving the ministry. യഥാർത്ഥ വിശ്വാസം ആ ഉള്ളങ്ങളിലേക്ക് പകരപ്പെടണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. Praise God. Many pastors are thinking very few people are in our church. New souls are not coming. Healing is not happening in the church. Big miracles are not happening. Praise God. But heaven will be happy the moment the faith of God is transferred to the minds of God's people. Heaven will be happy forever. You know why? The healing will end by the death of that person. The miracle will end by the death of that person. But the faith will lead that person to heaven. Hallelujah. വിശ്വാസം ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് നയിക്കും. അവിടെ യേശു പറഞ്ഞു, ജീസസ് said, ആമേൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. Those who believe in me, those who hold faith in me, even they die, they will live forever. So the ministry is not for the people to die, to ensure that those who hold the faith in Christ shall live forever. ഇതായിരിക്കണം നമ്മുടെ വിഷൻ. സഭയിൽ ആള് കൂടിയോ കുറഞ്ഞു,
രോഗികൾ സൗഖ്യമായി ഇല്ലയോ, അത്ഭുതം നടന്നോ ഇല്ലയോ, ഇതൊന്നും നിന്റെ വിഷയമല്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ള വാക്ത വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നീ വിശ്വസിക്കണം. നീ ആ ദർശനം ഏറ്റെടുക്കണം. കർത്താവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിലൂടെ അടുത്തൊരു വ്യക്തിയുടെ ഉള്ളത്തിൽ വിശ്വാസത്തിന്റെ ശക്തി അത് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. സ്തോത്രം. Lord, the ministry you have given to me, whatever I do in your name shall provide the great power of faith in Christ, so that everyone will live forever with Christ in heaven. Hallelujah. അതിനെ പറഞ്ഞിട്ട് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. The righteous shall live in faith. If you have faith, you will live. If you have faith, you have life. Praise the Lord. വിശ്വാസമുണ്ടെങ്കിൽ ജീവനുണ്ട്, ജീവിതമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആക്സ് 4:4 എന്ന് വായിച്ച്. ആക്സ് 4:4. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. Praise the Lord. Those who receive the word. English, please read. But many who heard the message believed, so the numbers of men who believed grew to about 5,000. The members didn't grow to 5,000. The members who believed, വിശ്വസിച്ചവരുടെ എണ്ണം എത്രയായി? 5000. Nowadays the church is multiplying by numbers, but the church is not multiplied by the people who really believe, will not multiply with the people who really hold the faith. Acts 11:21 എന്ന് വായിച്ചു. Acts 11:21. കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക്. Many. Read in English. The Lord's hand was with them, and a great number of people believed and turned to the Lord. Great number believed and turned to God. Many people receive healing, they will turn back to the world. Many people receive the miracles, they will turn back to God. But the moment they believe, they will turn to God. Hallelujah. The ministry, if you want to be appointed as a minister, you should have a vision. You should pray to God, Lord, the ministry you are given shall be a great blessing for the people by holding the faith in Christ. എന്നിൽ ഏൽപ്പിച്ച ശുശ്രൂഷയിലൂടെ അടുത്ത വ്യക്തി വിശ്വാസത്തിൽ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ശുശ്രൂഷ എന്റെ ഉള്ളിൽ പകരണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഒരു വാക്കടെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. 2 Corinthians chapter 13:5 പ്രാർത്ഥിക്കുക. അതിനുശേഷം 2 Corinthians chapter 13:5. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. Examine and test your faith. Examine and test your faith. If a minister is living through faith, വിശ്വാസത്തോടെ ഒരു ശുശ്രൂഷകൻ ജീവിക്കുന്നെങ്കിൽ he will not run behind the money. He will not run behind the support of the people. He will not run behind any person in the world, because he lives by faith. ദൈവത്തിലുള്ള വിശ്വാസത്താൽ അവൻ ജീവിക്കും. So the minister shall examine himself. Amen. I am holding the faith in Christ. Dear brothers and sisters, you have been called. God decided. God has given an encounter with you. He has officially selected you. He revealed the purpose to you. He anointed the purpose. He anointed you with the purpose. You have been selected because you told that I don't know anything, Lord. You decided I will maintain my relationship with Christ till the end. And you are praying to God, through the ministry, if you want to do anything in the world in your name, if I want to do anything in the world in your name, that thing shall be a blessing for the people by
ഹോൾഡിംഗ് ദ ഫെയ്ത്ത് ടിൽ ദ എൻഡ് വിത്ത് ക്രൈസ്റ്റ്. എന്നെ എന്തെങ്കിലും ഈ ഭൂമിയിൽ നീ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ശുശ്രൂഷയിലൂടെ അടുത്ത വ്യക്തി ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഉലയാൽ നിൽക്കുന്ന കാണുവാൻ മാത്രം എന്നെ ഇടയാക്കണമെന്ന് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ യു ആർ അപ്പോയിന്റഡ് ആസ് എ മിനിസ്റ്റർ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. I has been revealed. I appeared in front of you. ഞാനിതാ നിനക്ക് പ്രത്യക്ഷനായിരിക്കുന്നു. To appoint you, to anoint you, to reveal to the world, you are my appointed servant of God. ആമേൻ. ലോകത്തിന് മുമ്പിൽ ഞാൻ നിയമിതനായ ഒരു ദൈവീയ ശുശ്രൂഷകനാണെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ ജ്ഞാനം നിനക്ക് ആവശ്യമില്ല. ആമേൻ, സ്തോത്രം. ലോകത്ത് പാസ്റ്റർമാരെ, ഓവർസിയറെ, അവരെ ഇവരൊക്കെ അറിയാവുന്നുള്ള നിന്റെ ആമേൻ കെയർ ഓഫ് ആവശ്യമില്ല. ക്രൂശിക്കപ്പെട്ടവരായ യേശുവിനെ മാത്രം നീ അറിഞ്ഞാൽ മതി. അത് മാത്രമല്ല, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിലൂടെ അടുത്ത വ്യക്തിയുടെ വിശ്വാസം വർദ്ധിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള പ്രാർത്ഥനയുള്ളവനായാൽ മതി. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.